ലോകാവസാനം അടുത്തിരിക്കുന്നു. അതിന്റെ സൂചനകൾ നമുക്ക് ലഭിച്ചു തുടങ്ങി. രണ്ടാം ലോക മഹായുദ്ധം പ്രവചിച്ച ഒരു അന്ധയായ സ്ത്രീ മരണത്തിന് മുൻപ് തന്നെ ലോകത്തോട് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. സൈബർ സെക്യൂരിറ്റി, ആണവശക്തി, സാമ്പത്തിക രംഗത്തുണ്ടായേക്കാവുന്ന വ്യതിയാനങ്ങൾ, ആരോഗ്യ രംഗത്തുണ്ടാകുന്ന മാറ്റം എല്ലാം അവർ പറഞ്ഞു കഴിഞ്ഞു. എല്ലാം കീറുകൃത്യവും. ഒടുവിലായി അവർ പറഞ്ഞതാകട്ടെ ലോകാവസാനത്തെക്കുറിച്ച്. അതും നമുക്ക് അരികിലെത്തിക്കഴിഞ്ഞു. അതിനു മുൻപ് ഒരു ചോദ്യം: നിങ്ങൾ ലോകാവസാനത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? എങ്ങനെയാണ് അത് സംഭവിക്കുക? നിങ്ങളുടെ ഉത്തരം കമന്റായി രേഖപ്പെടുത്തൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ബൾഗേറിയൻ ജ്യോതിഷി ബാബ വംഗയെ കുറിച്ച് അറിയാത്തവർ ആരും ഉണ്ടാകില്ല. ഭാവിയെക്കുറിച്ചുള്ള അവരുടെ പ്രവചനങ്ങൾ ലോക പ്രശസ്തമാണ്. പലതും ഇതിനോടകം തന്നെ നടന്നു കഴിഞ്ഞു. ബാബ വംഗ മരിച്ചിട്ട് 25 വർഷങ്ങൾ ഏറെയായിട്ടും അവരുടെ പ്രവചനങ്ങൾ പലതും യാഥാർത്ഥ്യമായി വരാറുണ്ട്. അതാണ് ബാബയെ ഇത്രത്തോളം പ്രശസ്തയായി നിലനിർത്തുന്നത്. 1911 ബാബ വംഗ ജനിക്കുന്നത്. ചെറുപ്പത്തിലെ തന്നെ ബൾഗേറിയയിലെ മണൽക്കാറ്റ് അവളുടെ കണ്ണുകളിലേക്ക് പകർന്നത് ഇരുട്ട് മാത്രമാണ്. മണൽക്കാറ്റാണ് ഈ ലോകത്തെ തന്നിൽ നിന്ന് ഒളിപ്പിച്ചതെന്നായിരുന്നു ബാബ വംഗ പിന്നീട് പറഞ്ഞത്. വിശ്വാസങ്ങൾ കെട്ടുപിണഞ്ഞു കിടക്കുന്ന ബൾഗേറിയയിലെ ബെലാസിക്ക പർവ്വതനിരകളിലെ റൂപ്പൈറ്റ് എന്ന പ്രദേശത്താണ് വംഗ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ അവർ ആത്മീയ വഴികൾ ഏറെ സ്വാധീനിച്ചിട്ടുണ്ട്. വംഗയുടെ വളർച്ചയുടെ ഘട്ടത്തിലാണ് സർവേശ്വരൻ അവൾക്ക് നൽകിയ ഒരു പ്രകാശത്തെ എല്ലാവരും തിരിച്ചറിയുന്നത്. കാണാനാകാത്ത ലോകത്തിന്റെ ഭാവി വംഗയ്ക്ക് മനഃപ്പാടമായിരുന്നു. 1939-45 വരെയുള്ള കാലഘട്ടം ലോകരാജ്യങ്ങൾ ചേരിതിരിഞ്ഞ് ആക്രമണം അഴിച്ചുവിട്ട കാലം. ലോകത്തെ ഒട്ടുമിക്ക രാഷ്ട്രങ്ങളും പങ്കെടുത്ത മഹായുദ്ധം. ഏത് യുദ്ധവും അവശേഷിപ്പിക്കുന്ന രക്തസാക്ഷികളുടെ പട്ടികയും കണ്ണീരും തീരാദുരന്തവും ബാക്കി വെച്ച രണ്ടാം ലോക മഹായുദ്ധത്തെ പ്രവചിച്ചതോടെയാണ് വംഗ ലോക പ്രശസ്തയാകുന്നത്. 1970കളുടെ അവസാനത്തിലും 1980കളിലും കിഴക്കൻ യൂറോപ്പിൽ അവൾ പരക്കെ അറിയപ്പെട്ടു. ലോകരാജ്യങ്ങൾ താണ്ടി വംഗ വാർത്തയായി. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ബൾഗേറിയൻ പോലീസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ചേർന്ന് വംഗയുടെ പ്രവർത്തനങ്ങളെ അടിച്ചമർത്താൻ ശ്രമിച്ചു. പക്ഷേ അപ്പോഴും അവളെ അന്വേഷിച്ച് ആളുകൾ ബൾഗേറിയയിലേക്ക് എത്തിക്കൊണ്ടേയിരുന്നു. ഭൂമിയുടെ ഭാവിയും രാഷ്ട്രീയവും സാമ്പത്തികവും എല്ലാം പ്രവചിച്ചാണ് വംഗ മടങ്ങിയത്. 1996 വംഗ ലോകത്തോട് വിട പറയുന്നത്. അത്രനാളും താൻ സ്പർശിച്ചു മാത്രം അറിഞ്ഞ ലോകത്തിന്റെ നാളെ എന്താണെന്ന് വംഗ കൃത്യമായി പറയുന്നു. വംഗയുടെ പ്രവചനം സത്യമാവുകയാണെങ്കിൽ അടുത്ത വർഷം നമ്മൾ എല്ലാവരും ജീവിച്ചിരിപ്പുണ്ടോ എന്ന കാര്യം ഉറപ്പില്ല. കാരണം 2025 അവർ ഭൂമിയിൽ നടക്കുമെന്ന് പറയുന്നത് വലിയൊരു ദുരന്തമാണ്. ആരെയും ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് അവർ പ്രവചിച്ചു വെച്ചിരിക്കുന്നത്. മാനവരാശിയുടെ അന്ത്യത്തിന് കാരണമാകുന്ന മഹാദുരന്തം. യൂറോപ്പിൽ വരാനിരിക്കുന്നത് വലിയ സംഘർഷമാണ്. അത് യൂറോപ്യൻ ഭൂഖണ്ഡത്തിലെ ജനസമൂഹത്തെ തന്നെ പൂർണ്ണമായും ഇല്ലാതാക്കുമെന്ന് ബാബ വംഗ പ്രവചിച്ചു. 2025 ലോകത്തിന്റെ അവസാനം ആരംഭിക്കുമെന്നാണ് ബാബ വംഗ പറയുന്നത്. ഔട്ട്ലുക്കാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതേസമയം മാനവരാശിയുടെ തകർച്ചയാണ് 2025 ആരംഭിക്കുക എന്നാണ് വംഗ പറയുന്നത്. എന്നാൽ ഇന്ന് കാണുന്ന നമ്മുടെ ലോകം 5079 ആകുമ്പോഴേക്കും പൂർണ്ണമായും നശിക്കുമെന്നാണ് വംഗയുടെ പ്രവചനം. ഈ വർഷം ഭൂമിയും മനുഷ്യരും എല്ലാം ഇല്ലാതാകും. അതിന്റെ തുടക്കമാണ് 2025 ആരംഭിക്കുക. ജനസംഖ്യ യൂറോപ്പിൽ അതിനുശേഷം കുറഞ്ഞു വരും. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധങ്ങൾ പലതും വ്യാപിക്കും. അതുപോലെ സംഘർഷങ്ങൾ പലതും വലുതായിക്കൊണ്ടേയിരിക്കും. 5079 സർവനാശത്തിന് ഹേതുവാകുന്ന കാരണങ്ങളും ഇവർ അക്കമിട്ട് നിരത്തുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. 2024 കടുത്ത കാലാവസ്ഥയും പ്രകൃതി ദുരന്തങ്ങളും ഉണ്ടാകുമെന്ന് ബാബ വംഗ പ്രവചിച്ചിട്ടുണ്ട്. യൻസ് അഡ്വാൻസസിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനമനുസരിച്ച് ആഗോള താപതരംഗങ്ങൾ 67% കൂടുതലായിട്ടുണ്ട്. 40 വർഷം മുൻപ് രേഖപ്പെടുത്തിയതിനെ അപേക്ഷിച്ച് ഈ താപതരംഗങ്ങളുടെ എണ്ണവും ശക്തിയും ഉയർന്നു വരികയാണ്. മറ്റൊരു പ്രവചനം ഇന്റർനെറ്റിനെ സംബന്ധിച്ചാണ്. 96 ഇവർ മരിക്കുന്നത് എന്നോർക്കണം. അന്ന് ഇന്റർനെറ്റിനെ കുറിച്ച് പലർക്കും അറിവില്ലാത്ത കാലമാണ്. അന്നാണ് ഭാവിയിൽ ഉണ്ടായേക്കാൻ സാധ്യതയുള്ള സൈബർ ആക്രമണങ്ങളെക്കുറിച്ച് വംഗ തുറന്നു പറയുന്നത്. ലോകരാജ്യങ്ങൾക്കിടയിൽ നടക്കാനിരിക്കുന്ന സൈബർ യുദ്ധത്തെക്കുറിച്ചാണ് വംഗയുടെ പ്രവചനം. ഇതുകൂടാതെ ആഗോള സാമ്പത്തിക ശക്തിയിലെ വ്യതിയാനങ്ങൾ, വർദ്ധിച്ചു വരുന്ന ജിയോ പൊളിറ്റിക്കൽ പിരിമുറുക്കങ്ങൾ, കടത്തിന്റെ അളവ് വർദ്ധിക്കൽ എന്നിവ കാരണമായി 2024 ആഴത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയെ ഇവർ മുൻകൂട്ടി കാണുന്നുണ്ട്. മാത്രവുമല്ല, യൂറോപ്പിൽ വർദ്ധിച്ചു വരുന്ന തീവ്രവാദ പ്രവർത്തനങ്ങളെക്കുറിച്ചും ബാബ വംഗ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഒരു വലിയ രാജ്യം ജൈവായുധ പരീക്ഷണത്തിലോ ആക്രമണത്തിലോ ഏർപ്പെടാനുള്ള സാധ്യതയെക്കുറിച്ചും അവർ പ്രവചിച്ചു. സാമ്പത്തിക രംഗത്തെക്കുറിച്ച് മാത്രമല്ല, 2024 അൽഷിമേഴ്സ്, ക്യാൻസർ എന്നിവ ഉൾപ്പെടെയുള്ള മാരക രോഗങ്ങൾക്കുള്ള ചില മെഡിക്കൽ മുന്നേറ്റങ്ങളെക്കുറിച്ചും ബാബ വംഗ പ്രവചിച്ചിട്ടുണ്ട്. വംഗ പറഞ്ഞതൊക്കെ നടക്കുന്നുണ്ടെന്നും സമീപ ഭാവിയിൽ നടക്കാൻ സാധ്യതയുള്ളതാണെന്നും നമുക്കറിയാം. എന്നാൽ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലോകാവസാനത്തിന്റെ തുടക്കം അടുത്ത വർഷം ആരംഭിക്കുമെന്നാണ്. പ്രവചനമനുസരിച്ച് 5079 ലോകം അവസാനിക്കും. നമുക്ക് നോക്കാം. അപ്പോഴേക്കും ഞാനും നിങ്ങളുമൊന്നും ജീവനോടെ ഉണ്ടാകില്ല എന്ന് മാത്രം. അപ്പോൾ അഭിപ്രായം എന്തുതന്നെയായാലും കമന്റായി രേഖപ്പെടുത്തൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.